ആന മതളി കഴിഞ്ഞാൽ കാണിക്കുന്ന ഇമോഷൻസ് ആണ് ഇതൊക്കെ. കണ്ടില്ലേ, നരയൊക്കെ ഒടിഞ്ഞ് മുകളിലേക്ക് കയറി. കണ്ടില്ലേ? അതെ. അപ്പൊ നമ്മള് ആനക്കോട്ടയിലാണ് നിൽക്കുന്നത്, ഗുരുവായൂര്. ഗുരുവായൂർ ദിവസം ആനക്കോട്ടയിലാണ്. അപ്പൊ ഇന്നത്തെ കാഴ്ച ഫുൾ ആനക്കോട്ടയിലാണ്. ആനക്കോട്ടിൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആനക്കോട്ട എന്നും സ്പെഷ്യൽ ആണ് അല്ലേ? 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ ആ 365 ദിവസത്തിൽ സമ്മർ വെക്കേഷനിൽ എന്തായാലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന് ആനക്കോട്ട ആയതുകൊണ്ട് ഇവിടെ 30-40 ആന ഉള്ളതുകൊണ്ട് തന്നെ ഇത് കാണുവാനായിട്ട് കുറെ ആളുകൾ വരും. അത് പ്രത്യേക ഭംഗിയും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും നമ്മളും തമ്മിൽ ഒരു 5-10 മീറ്റർ അകലേ ഉള്ളൂ. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നിൽക്കുക. അപ്പൊ ആന കുളിക്കണത്, ആന പനമുട്ട കഴിക്കണത്, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അപ്പൊ നമ്മളെ എൻട്രി ഫീസ് ആൾക്ക് 20 രൂപയാണ് ഒരാൾക്ക് കിട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വീട്ടിക്കാൻ വേണ്ടി 25 രൂപ എക്സ്ട്രാ. നമ്മൾ ആനക്കോട്ട മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ആനക്കോട്ടയിൽ വന്നിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം. ബിആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my... നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റിലത്തെ ആനയാണ് കേട്ടത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ആനയാണ്. ആനനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് പനമ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ആന താവളമായതുകൊണ്ട് തന്നെ ആനയ്ക്ക് സുഖകരമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആനനെ കാണുമ്പോൾ അമ്പലത്തേക്ക് ഇങ്ങനെ പരിപാടിക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആനനെ ചങ്ങലിടും. എന്നിട്ട് ആനയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു കയർ പോലെ ഒരു നീല കളർ ഭംഗിക്കൊണ്ട് സാധനം ഇടും. പിന്നെ ആനയുടെ പേര് ചെയ്തിട്ടുള്ള പ്ലേറ്റും അത് നോക്കിയിടും. ഇത് ആനയുടെ താവളം, ആന താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ നോക്കിയാ പുറത്തിറങ്ങിയതുകൊണ്ട് ബനിയനിട്ടുണ്ട്, കണ്ണട, വാച്ച്, സംസാരിക്കാൻ മൈക്ക്, വീട്ടിലെത്തുമ്പോഴോ ഇടും. എന്തായാലും എല്ലാവർക്കും അറിയാം, നിക്കർ എന്തായാലും ഇടും. ഫ്രീ ആയിട്ടാണ്. മഴ പെയ്യാൻ പാടില്ലല്ലോ. അതെ അത്രയും നല്ല രീതിയിലാണ് അവർ ശ്രദ്ധിക്കണം. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ എലിഫന്റ് ഡാൻസ്, ആന ഡാൻസ്. ഓക്കെ, കൊള്ളലാണ്. പ്രത്യേക ഒരു ഭംഗി, അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ കണ്ണൊക്കെ കണ്ണ് നമ്മൾ ഈ ഉറക്കൊളച്ചിട്ടേ നല്ല ഉറക്കൊളച്ചേണ്ടേ കണ്ണിനെ അവിടെ പാടോട്ടൊരു കറുപ്പ് വരില്ലേ, അതുപോലെ ഈ കൺമെഷിക്കൊണ്ട് ചെയ്തോലെ കണ്ണിന്റെ അവിടെ അല്ലേ? എന്താ നോക്കി എന്ത് രസമായിട്ടാ പുള്ളി. അടിപൊളി. പനമ്പട്ടൊക്കെ എടുത്ത് പനമ്പട്ടയുടെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് പുള്ളിക്കാരൻ. അതെ, ഇച്ചിരി ഓറയുണ്ടല്ലോ. ഇത് കാണുമ്പോ ഏലൊക്കെ കാണണമല്ലോ. അത് അറിയാലോ. ഓടിക്കോടിക്കോ. പട്ടെടുത്ത് വീക്കുവോ അറിയാനുള്ള. അങ്ങനെയില്ല, നമ്മുടെ ആനയില്ല, അങ്ങനെയില്ല. വിചാരിപ്പന ആന അങ്ങനെയില്ല. അടി അപ്പൊ പ്രതീക്ഷിച്ച പോലെ ഞാൻ പേടിച്ചില്ല. അയ്യോ, പട്ടണക്കൊക്കെ ഞാൻ എനിക്ക് തോന്നി. കാരണം ആളുടെ നിപ്പും ആളുടെ എനിക്ക് മെയിനായിട്ട് ആളുടെ കണ്ണ് കണ്ടില്ലോ, ഈ കറുപ്പ് കളറിൽ ഇരുണ്ടിട്ട്. നമ്മള് സാധാരണ ഫോണൊക്കെ കണ്ടിട്ടോ, ഫോണിച്ച കാരണുണ്ടല്ലോ നമ്മൾ ഈ കണ്ണ് ചോക്കുന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അപ്പൊ ഇനി അടുത്ത പട്ട എടുക്കണെന്ന് വെച്ചാ കുഞ്ഞു പട്ട വലിയ പട്ട എടുത്തിട്ടുണ്ടെങ്കിൽ വിടാം. അപ്പൊ നമുക്ക് മാറി അപ്പൊ നോക്കും. അപ്പൊ അലക്കാൻ വേണ്ടിട്ടാണ് അത് സാധാ പട്ടയുടെ ഒരു കഷ്ണാണ്. അതെ, പക്ഷെ ഇനി വലുത് എടുത്ത് കഴിഞ്ഞാ പുള്ളി വീക്കോ. വെറുതെ ആന ഡാൻസ് ഒക്കെ പറഞ്ഞാൽ അതിനെ വെറുതെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി വെറുതെ ക്യൂട്ട്നെസ് ആക്കിയിട്ട് നമ്മൾ അതിനെ വലിയ ആളാക്കിയതാ. എന്നിട്ട് നമ്മൾക്ക് തന്നെ ആനപ്പൊട്ട എടുത്ത് ഇറങ്ങി ആന കിട്ടിയില്ല. വലിയ പട്ട തപ്പി നോക്കി കിട്ടിയില്ല. കൈ കിട്ടി അതെടുത്ത് എറിയും. ഉറപ്പല്ലേ? എടുക്കാൻ പറ്റുന്നു. ആട്ടം തന്നെ കാണാൻ രസമല്ലേ?
ജീവിതത്തിൽ രണ്ടാമത്തെ തൊട്ട് ഞാൻ പേടിക്കണം ആനയുമായിട്ട്. ഒന്ന് ആ പൂരത്തിന് പോയപ്പോ, രണ്ടാമത് ഇവിടെന്ന് പട്ടെടുത്ത് പേടിച്ചില്ലാണ്ടേ. അയ്യോ, എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും നമുക്ക് സൈഡ് കൊടുക്കും. അതാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു വിദേശികളാണ് ഇത് പറഞ്ഞത്. നമ്മൾ കുറച്ചുമ്പോ പറഞ്ഞ പോലെ വിദേശികളാണ്. അതെ, ആനയെ കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞില്ല മറ്റുള്ളവരെ അതെടുത്ത് വീക്കാനുള്ള പരിപാടിയാ. അതുറപ്പാ. അതെ അതെ അതെ, എന്തായാലും വലിയൊരു പട്ട കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് അത് എറിയാനുള്ള സംഭവമാണ് ഉറപ്പാ. അതെ, അറിയാൻ വേണ്ടിട്ടുള്ളത്. വിളിക്കുന്ന വേണ്ട, അങ്ങോട്ട് ആരും വരാൻ പോണില്ല, ഒറ്റയ്ക്കാണ്ടിരുന്നാ മതി. പക്ഷെ മൂട് പോയെന്നൊക്കെ ചെറുതായിട്ട് ആളുടെ മൂട് പോയെന്നൊക്കെ. പിടിച്ചുട്ടാ, പകുതി കിട്ടി. അറിയാൻ പോണ്. ഇത് നമ്മളെ ഫോക്കസ് ചെയ്യണ പോലെ, കാരണം അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് അറിയാൻ പോണം. പക്ഷെ കിട്ടണില്ലല്ലോ ആൾക്ക്. ഇതുപോലെ മുകളിലേക്ക് കയറി കണ്ടില്ലേ? അതെ, അതങ്ങോട്ട് പോവില്ല, കാരണം പുറകില് അതെന്തായാലും കിട്ടാൻ പോണില്ല. ഭീകര, ഞങ്ങള് കൊള്ളാല്. അല്ല, അവൻ പുലിയാണ്, പക്ഷെ ആന തന്നെയാണ്, നല്ലൊരു പുലിയാണ് അവൻ. നമ്മൾ ഈ കാണുന്ന മരത്തിന്റെ പുറകിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പുറകിൽ വിളിച്ചിട്ട് നോക്കണ്ടില്ലേ, കള്ള ആന കൊമ്പൻ കണ്ടില്ലേ? ഇതിനെന്തായാലും നമുക്ക് പറയാം ആനപ്രാന്ത്. ഇതാണ് ശരിക്കും ആനപ്രാന്ത്. ഇതാണ് ആന മതളിയെ കാണിക്കുന്ന ഇമോഷൻസ് ആണ് ഇതൊക്കെ. കണ്ടില്ലേ? നരയൊക്കെ ഒടിഞ്ഞ് നോക്കി. ഇതുപോലത്തെ ഒരു കാഴ്ച ആദ്യം ഞാൻ പേടിച്ചു. നമ്മളവിടെ പോയി കഴിഞ്ഞാലേ പ്രശ്നമൊന്നുമില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആനയ്ക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ആള് നേരെ വിടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാരും കൂടി ഒരു സ്ഥലത്തേക്കാണെങ്കിലേ ആ അടുക്ക് അങ്ങോട്ട് എറിയും, അങ്ങോട്ട് എറിയ തീർന്നു. പിന്നെ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. എന്താ വെച്ചാ അല്ല സാ, നല്ലൊരു അനുഭവമായിരുന്നു. ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ, പെട്ടെന്ന് പിടിച്ചു. അയ്യോ, മതപ്പാടിൽ നിൽക്കുന്ന ആനയാണ്. അതുകൊണ്ടാണ് ആനയുടെ അടുത്തേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ കിട്ടിയ സാധനം എന്താണ് എടുത്ത് വീക്കും. അത് ആനയ്ക്ക് ഉന്നില്ലാത്തോണ്ട്. കാരണം ആനയുടെ തുമ്പിക്കെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ സ്ട്രെച്ച് ആവുള്ളൂ. അതിൽ വളഞ്ഞു പോണതാ. നേരെ അറിയാൻ എന്തായാലും ആനയ്ക്ക് അത്ര ബുദ്ധിമുട്ടാണ്, മുകളിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ കുറെ മരങ്ങൾ ഇവിടെ നട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരു കല്യാണ പാർട്ടി വീഡിയോ ഫോട്ടോ പിടിക്കേണ്ട ആനയുടെ മുന്നിൽ നിന്നപ്പോ ആന പട്ടെടുത്ത് എറിഞ്ഞത്. അത് ആ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് പായസ കൗണ്ടറിന്റെ അവിടെ. അയ്യോ, അത് ഒന്നൊന്നര കാഴ്ച. ഇത് ഒന്നൊന്നര കാഴ്ച കേട്ടോ. ഇത് കോമഡി എന്ന് വെച്ചാലേ, കോമഡി അല്ല, സീരിയസ് ആയിട്ട് തന്നെ. ഇത് ആനയുടെ കണ്ണ് ശ്രദ്ധിച്ചില്ല, ഞാൻ പറഞ്ഞ കറുത്ത പട്ട് വന്നിട്ടില്ല. അത് നമ്മൾ ഈ ഉറക്കുളച്ചതിനുണ്ടല്ലോ, മെന്റലും പ്രശ്നം വരും. കണ്ണിന്റെ പാടയുടെ ഇവിടെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയണമല്ലോ. അതേപോലെ ആയിട്ടാണ് അത്. ഈ മതളകിയ ആനകൾ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. അവർക്കൊന്നും അറിയില്ല അപ്പൊ ചെയ്യണം എന്താണെന്നോ പെരുമാറണം എന്താണെന്നോ ഒരു പിടുത്തമില്ല അവർക്ക്. പരമാവധി ആനയുടെ അടുത്തേക്ക് നമ്മൾ ആരും പോവാതിരിക്കുക, അകലെ നിന്നിട്ട് കാണാന്ന് മാത്രം. ഇത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു പാഠമാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇത് എന്താ അതിനെ കുറിച്ച്. ആനക്കോട്ടയിൽ വന്നപ്പോ വേറെ 2 ടീംസിനെ കണ്ടിട്ടു. ഇവിടെ 2 പട്ടിക്കുട്ടികള്. അവര് ചൂട് കാരനാണ് മണ്ണ് മാന്തിയിട്ട് തണുപ്പത്ത് കിടക്കാണ് ഇവര്. ഇന്നത്തെ മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു നായ അങ്ങനെ മണ്ണ് മാന്തിയിട്ട് അടിയില് വെള്ളം നനവുള്ള കൊടുത്തിനെ കമന്ന് കിടക്കുക, ചൂടടിച്ചിട്ട്. എന്തായാലും 2 ചെറിയ പൈതങ്ങള് മാറുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറുതില്ലേ, ഭയങ്കര ചെറുത് അല്ലേ? അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ കണ്ടല്ലോ. പിന്നെ അടുത്തായിട്ട് കാണുകയാണെങ്കിൽ ആനയ്ക്ക് ആ കൊമ്പ് കണ്ടു നോക്കിയാ, ആ കൊമ്പനാണ്ട് നമുക്കല്ലോ ആനയുടെ പവർ എന്നാണ്. ഇത് ഭയങ്കര കാണാൻ. ഒരു ഹൈറ്റ് ഉണ്ടോ വെച്ചാൽ ഹൈറ്റ് ഉണ്ടെന്ന് വണ്ണം ഉണ്ടല്ലേ, പ്രത്യേകത്തിലാണ്. കാരണം അതിന് കെട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടില്ല, എത്ര വൃത്തിയുള്ള സ്ഥലത്ത് കെട്ടിയിരിക്കുന്ന. നല്ല തൂണും അതുപോലെ തന്നെ നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് തോന്നുന്നു. ആനയ്ക്ക് ഒരു മോഴ ലുക്കുണ്ടോ? മോഴാന്ന് പറഞ്ഞ ആനയ്ക്ക് കുറെ ലക്ഷണങ്ങൾ അത് അറിയുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം ആന
അവിടെ തുമ്പിക്കൈ കണ്ടാന്ന് പറയാ ആനക്ക് എന്ത് ലക്ഷണമാണ്, വാല് കണ്ടാ പറയും, കൊമ്പ് കണ്ടാ പറയും. ആണ് കൊറേ പ്രത്യേകതകളുണ്ട്. ഈ നമ്മുടെ ഈ കേരളത്തില് ഈ ആനപ്രേമികളുടെ എണ്ണം എണ്ണി തീർക്കാൻ പറ്റില്ല, അത്ര അധികമാണ്. നമ്മൾ ഈ എണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 1,900 എന്നൊക്കെ പറയും. എന്തുകൊണ്ടാ കാക്കത്തൊള്ളർ എത്ര കാക്കത്തൊള്ളർ ആരും അറിയില്ല. ആനപ്രേമികൾ ആനപ്രേമികൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഇവിടെ നിൽക്കണമെങ്കിൽ സ്കാച്ച് ആണ് നിൽക്കുന്നത്. സ്കാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തോ, നിങ്ങൾ എന്റെ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിക്കാണ് വിളി. കണ്ടാ നല്ല രസമുണ്ടല്ലേ. ഈ ആനൊക്കെ നല്ല സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കുക. ആടി ആടിയിട്ട് പട്ടതിന്. അതെ, പുറകിലും ഫ്രണ്ടിലായിട്ട് ഒരു കുറ്റിയുണ്ട് കരിങ്കല്ലിന്റെ, അതിലാണ് ഇവർ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുള്ളത്. എല്ലാം കണ്ടു കാണാനായിട്ട്. ഇവിടെ ഇപ്പൊ കൊറേ ആനുണ്ടായിരുന്നല്ലോ പണ്ട്, ഇപ്പൊ കുറഞ്ഞു അത്യാവശ്യം കുറഞ്ഞു തന്നെ നമ്മളൊരു വാർത്തയിലാണല്ലോ. ഇനി ദിവസത്തിൽ ആനേനെ എടുക്കണില്ല, അങ്ങനെ എന്തൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അത് പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണ് ആനയുടെ എണ്ണം കുറഞ്ഞു പറഞ്ഞത്. അപ്പൊ ഇനി തടംപേറ്റനൊക്കെ ഏതാനോ ഇനി കൊറേ കഴിഞ്ഞ വേറെ എന്തെങ്കിലും പ്രക്രിയകളുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ, അപ്പൊ അവിടെ ആനയുടെ ഒരു കുളിസീനുണ്ട്, കണ്ടോക്കിയാൽ നമുക്ക് കണ്ടോക്കാം. കുളിപ്പിച്ചപ്പോ എന്ത് ഭംഗിയാ നോക്കി ആന. ആനയോട് വെറുതെ നിൽക്കുമ്പോഴേ ഈ പൊടിയൊക്കെ മേത്തിക്കിടും. എന്ത് രസമൊക്കെ കാണാനായിട്ട്. കൊള്ളാല ആന കുളിപ്പിക്കണാണ്. എന്ത് ഭംഗിയാണ്, കൊള്ളാല എന്ത് ഭംഗിയാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ചൂട് സമയല്ലേ ഇപ്പൊ. അതെ അതെ, വെള്ളം ഇങ്ങനെ മേലെടുക്കുമ്പോ നല്ല സുഖമായിരിക്കും. ശ്വാസം കൊണ്ട് ശബ്ദം. ആനപ്പാപ്പൻ എന്തോ പറഞ്ഞപ്പോഴേ ആന കേട്ടതാ. ആ കാല് നീട്ടിക്കാൻ വേണ്ടിട്ടാ. നല്ല ഭംഗി. കണ്ടിലേക്ക് ഇപ്പൊ ഇവിടെ ഒരു ആന നോക്കിയേ. ഈ ആനയുടെ കോമഡി എന്ന് വെച്ചാലേ, ആന തന്റെ ഭക്ഷണമായ പാനമ്പട്ട കൊണ്ട് തന്നെ ഉണ്ടല്ലോ ആള് ചൊറിയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക ആനയാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്ത് കൂളായിട്ട് നിക്കണ. നല്ല ഇടുപ്പുണ്ടല്ലേ, ഓറ നല്ല ഇടുപ്പുള്ള ആനയാണ്. ഇങ്ങനെ വളഞ്ഞു വേണ്ട കുത്തിയിട്ട് നിക്കണ ആന. ചന്തെന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതി വരില്ല. ആനേനെ നമ്മൾ നമ്മള് ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോഴേ, വീഡിയോ എടുക്കണം പറഞ്ഞപ്പോഴേ ഒരു കാല് വന്നിട്ട് പോസ് ചെയ്താണ് ഡൗട്ട്. ആനേനെ വീണ്ടും കുളിപ്പിക്കാണ്. ഈ സമയത്ത് എന്തായാലും വെള്ളടിക്ക് നല്ല സുഖം ഉണ്ടാവും. നല്ല സുഖല്ലേ. കൊറച്ചു മുന്നേ ആന ഉണ്ടല്ലോ കുളിപ്പിക്കാനോ, അപ്പൊ ആന കോട്ടുപോയൊക്കെ ഉണ്ട് നമ്മളെ പോലെ. ആനൊരു മണം കണ്ടില്ലേ. ഈ ഡൗട്ട് ഈ ആനയുടെ മാറി വരുന്നുണ്ടോ? പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ ആനയുടെ മണം. അല്ല നല്ല വ്യത്യാസം ഉണ്ട്, പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. അവിടെ ആന നിൽക്കുന്ന പട്ട കുത്തി പിടിച്ചിട്ട് വീണ് പട്ട അത് വീണ്ടും എടുക്കണ്ട. പട്ടകനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൊമ്പ് കുത്തി വീണ്ടും എടുക്കണ്ടോ. കണ്ട അത് കൊള്ളാലേ, സ്റ്റൈലായിട്ട് നിൽക്കുന്നത് ആൾക്കാരാ. ഓക്കെ, ഇവിടെ ഒരു ആന ഉണ്ട്. ഇവിടെയും ഒരു സുന്ദരി പെണ്ണ് വന്നു. അതെ, പിടിയാനാണ്. ശബ്ദമൊക്കെ ഉണ്ടാക്കണ്ടല്ലോ പിടിയാന. അല്ല ശബ്ദം ഉണ്ടാക്കണല്ലോ, അത് വേറെ എവിടെ പൂരം നടക്കണ്ടേ. കൊട്ടിന്റെ എന്താ തൃശ്ശൂർ പിന്നെ പ്രത്യേകത അതാണല്ലോ. എവിടെ നോക്കിയാലും പൂരം. പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പട്ട കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. എന്നാലും മടി, ഇതൊരു മടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട്. അതെ, ഇവിടെ അങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ആരും കിടക്കരുത്. സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടോ. പിന്നല്ലേ, അതൊക്കെ നല്ലൊരു കാര്യമാണ് എന്തായാലും. പൂവരുത് അങ്ങോട്ട് പൂവരുത്. എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഗുരുവായൂർ ആനക്കോട്ടിൽ വരുമ്പോ ഇവിടെ നടക്കണുണ്ടല്ലോ, നല്ല വൃത്തിയുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. അല്ല വൃത്തി എന്ന് വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിക് എവിടെ കാണില്ല, എവിടെ ഇല്ല പ്ലാസ്റ്റിക്കിന്റെ. വൃത്തിയാക്കേണ്ടത് അത്രയും വൃത്തിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ഇതൊക്കെ. അതിന്റെ കാര്യത്തിൽ ഫീയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് രീതിക്കാണല്ലോ കൊണ്ട് വരാൻ പാടുള്ളൂ. ഒന്നിനെയും പേടിയില്ല, എനിക്ക് ഒന്നിനെയും പേടിയില്ല, ഞാൻ എന്തിനേയും നേരിടുന്ന മറ്റേ ആള് കിടന്നു നോക്കിയത്. അതെ അതെ, അതിന്റെ ആ കുട്ടികളാന്ന് തോന്നുന്നു അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അല്ല ഇതും കുട്ടിയൻ, ചിലപ്പോ 2 മാസം മൂത്തവും. 2 മാസം മൂത്തത്.
അല്ല 2 മാസം മൂത്ത കുട്ടിയില്ലേ, അല്ല അങ്ങനല്ലേ മൂത്ത മോനായിരിക്കും ചിലപ്പോ. അങ്ങനെ ശരിയാ. ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരാളെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കൊമ്പൻ നിപ്പുണ്ട്. ഒരു കൊമ്പൻ. ഇതെന്ത് നമ്മൾ ഈ ഇല മാത്രം പറിച്ചു തന്നെയാണ്. അത് നമ്മുടെ ഈ ഈരോലിക്കായുടെ മുകളിൽ ഇങ്ങനെ ഏർന്നെടുക്കില്ലേ, അതേപോലെ തന്നെ അതുപോലെ ഇല മാത്രം ഇങ്ങനെ പറിച്ച് ഏർന്നെടുത്ത് തന്നെ. അതാകുമ്പോ സുഖല്ലേ കഴിക്കാൻ. തലയുടെ മുകളിലൊക്കെ നോക്കിയാൽ മണ്ണ് വാരി ഇറങ്ങിയിട്ട് പട്ടയും മണ്ണൊക്കെ വാരി ഇറങ്ങിട്ടേ അതാണ് നല്ല സുഖമാണ്. അങ്ങനെ അവിടെ നിന്ന് വെറുതെ വന്നിട്ട് ഇങ്ങനെ ഈ ആനക്കൊക്കെ എന്ത് സുഖല്ലേ. ഭയങ്കര സുഖല്ലേ, വെറുതെ ഭയങ്കര നമ്മളെന്നെ ഇപ്പൊ എക്സാം ഉള്ള സമയത്ത് നമുക്കറിയാം അയ്യോ എക്സാം കഴിഞ്ഞാൽ എന്ത് സുഖമാണ്. പക്ഷെ എക്സാം കഴിഞ്ഞാലേ കട്ട ബോറടിയാ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മതി ആന. എന്റെ അവസ്ഥയാണ് ഞാൻ ചെറുതായിട്ട് പറഞ്ഞത്. ഈ ആന എപ്പോഴേലും സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കണ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെറുതെ ഇങ്ങനെ നിക്കണ കണ്ടിട്ടുണ്ടോ? എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കും. ഉറങ്ങണ സമയത്ത് മാത്രമാണ് തോന്നുന്നത് ഇതൊന്നും കഴിക്കാത്തത്. അത് നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോ ചെറുതല്ലേ, നമുക്ക് അത്ര പിടിച്ചു നിൽക്കാം. പക്ഷെ ആന ശരീരം തന്നെ ഇച്ചിരി ഭയങ്കര ഓവറല്ലേ, ഭയങ്കര നല്ല വലിപ്പല്ലേ. ഇത് കഴിക്കാൻ പണ്ടിടും കഴിക്കാൻ പണ്ട് അതന്നെ പരിപാടി. ആനയ്ക്ക് അപ്പിയില്ല, പിണ്ടമേ ഉള്ളൂ. സോറി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അമ്പലത്തില് സ്വസ്ഥമായിട്ട് പിണ്ടടാനും മൂത്രമൊഴിക്കാനും അനുവാദമുള്ള ഒരു ജീവിയാണ് ആന. വേറൊരു ജീവിക്കുള്ള കുട്ടി തന്റെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അവിടെ ശുദ്ധി കലശം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നടക്കും. ആന അവിടെ വന്നിങ്ങനെ 2-3 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിക്കണ പോലെ ഒഴിച്ച് 3 ലിറ്റർ കണക്കിനാണ് മൂത്രം ഒഴിക്കുന്നത്. അതുപോലെ പിണ്ടിടുന്നില്ല, ഒരു കുഴപ്പമില്ല. അതെന്താ വെച്ചാ അത് ആചാരമായിട്ട് അടുത്ത് പോകുമ്പോല്ലേ, ആന മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റാൻ സൗകര്യം ഇല്ലല്ലോ. അപ്പൊ പണ്ട് കാലത്തൊക്കെ എഴുതി വെച്ചാൽ പോകും ചിലപ്പോ. ആനനെ മാറ്റാൻ പറ്റ ചടങ്ങായി പോയില്ലേ. അതുപോലെ തന്നെ 2 കാര്യങ്ങളുള്ളത്. ഈ തവള മൂത്രമൊഴിക്കാത്ത വെള്ളം അത് എന്താണെന്നറിയോ? എന്താ? ഇളനീര്. അതിന് മാത്രം തവള മൂത്രം ഒഴിക്കാത്ത അത് ഒന്ന്. എല്ലാത്തിനും കൊണ്ടുപോയിക്കോ, എല്ലാത്തിനും കൊണ്ടുപോയിക്കോ ആന തവള എല്ലായിടത്തും. അല്ല, ഈ നമ്മ സാധാരണ ഈ മറ്റേ കിണറുകളിലൊക്കെ ഉണ്ടാവും തവള ഉണ്ടാവില്ലോ, മനസ്സിലായില്ല? അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും മൂത്രമൊഴിക്കാനും പിണ്ടിടാനും അവകാശമുള്ള ജീവി ആന. ഈ 2 കേരളത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്. മനസ്സിലായിട്ട് ഇന്നത്തെ ആനക്കോട്ട കാഴ്ചകൾ അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നിട്ട് കൂടുതൽ കാഴ്ച നമുക്ക് കാണാൻ പറ്റി. പ്രത്യേക തരത്തിലൊരു കാഴ്ച നമ്മൾ കാഴ്ചകൾ കണ്ടു. പിന്നെ അത് മാത്രമല്ല, കുറെ ആനകൾ 10-16 അസുഖമാണ്, അതായത് മതപ്പാടാണ്. അതിനെ വേറൊരു സ്ഥലം ഉണ്ട്, അവിടെ കൊണ്ടിട്ട്. പിന്നെ അസുഖം വേറെ അസുഖമുണ്ട്. നമ്മുടെ നന്ദന് പാതരോഗം വന്ന പോലെ പലയിടത്തിലും അസുഖങ്ങളുണ്ടല്ലോ ആനയ്ക്ക്. ആ രീതിക്കും അങ്ങനെ അവിടെ കെട്ടിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അവരൊക്കെ ഭയങ്കര അതും മാറിയതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടില്ലേ. പിന്നെ എന്തായാലും ഒരു നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു കാഴ്ച കണ്ടു. പ്രത്യേക കാഴ്ചകളൊക്കെ നമുക്ക് അനുഭവിച്ച് കണ്ട് അറിയാൻ പറ്റി. എന്തായാലും കൊള്ളാം എന്തായാലും. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Yeah, we just leave it though.